നമസ്കാരം. ഒരു വാർത്താദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായും വിശദമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ലേറ്റ് എഡിഷനിലൂടെ ഞാൻ പ്രവിതാലക്ഷ്മി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാലദ്വീപിൽ സ്പീഡ് ബോട്ട് അപകടം. ഇന്ത്യൻ റാലി ഡ്രൈവിംഗ് ഇതിഹാസം ഹരി സിംഗിനെ കാണാതായി. ബോട്ടിലുണ്ടായിരുന്ന റെയ്മണ്ട് ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം സിംഘാനിയെ പരുക്കുകളോട് രക്ഷപ്പെടുത്തി. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. അർജുൻ, എപ്പോഴാണ് ഈ സ്പീഡ് ബോട്ട് അപകടം ഉണ്ടായത്? മറ്റാരൊക്കെ ഈ ബോട്ടിലുണ്ടായിരുന്നു? പരുക്കേറ്റ ആളുടെ, അതായത് റെയ്മണ്ട് ഗ്രൂപ്പ് ചെയർമാന്റെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രവിത, ഈ അപകടം നടന്നിട്ട് ഇപ്പോൾ 22 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോടെയായിരുന്നു മാലദ്വീപ്സിലെ വി ഫിലിത്തു ദ്വീപിന്റെ ഭാഗത്ത് വെച്ച് ഒരു സ്പീഡ് ബോട്ട് അത് കീഴ്മേൽ മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത്. ഈ സ്പീഡ് ബോട്ടിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 5 പേരും ഇന്ത്യക്കാരാണ്. ബാക്കി 2 പേർ, ഒരാൾ റഷ്യൻ വനിത, രണ്ടാമത്തേത് ബ്രിട്ടീഷ് പൗരയായിട്ടുള്ള വനിതയാണ്. ഇതിൽ ഇപ്പോൾ 2 പേരെയാണ് കാണാതായി എന്നുള്ള വിവരം സ്ഥിരീകരണമായി വന്നിരിക്കുന്നത്. അതിൽ ഒരാളാണ് ഇന്ത്യൻ റാലി ഡ്രൈവിംഗ് ഇതിഹാസമായിട്ടുള്ള ഹരി സിംഗ്. അദ്ദേഹം ജെ കെ ടയർ മോട്ടോർസ്പോർട്ടിന്റെയും അതുപോലെ മെഴ്സഡസ് ബെൻസിന്റെയും എല്ലാം തന്നെ ഒപ്പം നിരവധി റാലികളിൽ പങ്കെടുത്ത് പേരെടുത്ത അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ എപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. മാലദ്വീപ്സ് ഭരണകൂടവും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ഇപ്പോൾ രക്ഷാപ്രവർത്തനവും തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഇന്ന് അർദ്ധരാത്രിയോടെയോ അല്ലെങ്കിൽ നാളെയോടെയോ ഇന്ത്യൻ നേവിയുടെയും നാവികസേനയുടെയും സഹായം ഈ പറയുന്ന ഭാഗത്തേക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റെയ്മണ്ട് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഗൌതം സിംഘാനിയ, അദ്ദേഹം ഈ ബോട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം റെയ്മണ്ട് ഗ്രൂപ്പ് തന്നെ വിശദീകരണമായി അറിയിച്ചതാണ്. അദ്ദേഹത്തെ മുംബൈയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരിയ പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രശ്നമില്ല എന്നുള്ള കാര്യം റെയ്മണ്ട് ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെയും നില ഇപ്പോൾ തൃപ്തികരമാണ്. എന്തായാലും ഇപ്പോൾ ഹരി സിംഗിന്റെ നിലയെ സംബന്ധിച്ച് അദ്ദേഹം എവിടെയാണ് എന്ന് അറിയില്ല. കണ്ടുകിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും 22 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ എന്തായാലും തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവിത. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സൗദിയിലെ റിയാദിൽ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മാർച്ച് 18-നായിരുന്നു സംഭവം. അതിനിടെ ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ IRGC വക്താവ് കൊല്ലപ്പെട്ടു. ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ല എന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി രംഗത്ത് വന്നു. സംഘർഷം തുടരുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് അശാന്തിയുടെ വാർത്തകൾ വീണ്ടും നിറയുകയാണ്. ഈ മാസം 18-ന് റിയാദിൽ നടന്ന ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. എന്നാൽ മരിച്ച ഇന്ത്യൻ പൗരന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതിനിടെ ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ മിസൈൽ ആക്രമണത്തിൽ IRGC വക്താവ് കൊല്ലപ്പെട്ടു. ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടതെന്ന് IRGC സ്ഥിരീകരിച്ചു. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് വാതകപ്പാടങ്ങൾ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. അതിനിടെ 31ാമത് മറൈൻ യൂണിറ്റിനെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. ഇറാന്റെ ഗാർഗ് ദ്വീപ് സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണവാതക വിതരണം പുനഃസ്ഥാപിക്കാൻ 6 മാസം വരെ എടുത്തേക്കുമെന്ന മുന്നറിയിപ്പുമായി രാജ്യാന്തര ഊർജ്ജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഏപ്രിൽ അവസാനം വരെ തുടർന്നാൽ എണ്ണവില ബാരലിന് $150 മുകളിലായി ഉയരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പ്രീമിയം പെട്രോൾ വില കൂട്ടി. ലിറ്ററിന് ₹2 മുതൽ $2.35 വരെ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. രാജ്യത്തെ LPG വിതരണത്തിൽ ആശങ്ക തുടരുകയാണെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധനവും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും കണക്കിലെടുത്താണ് എണ്ണ കമ്പനികളുടെ നീക്കം. ഇന്ത്യൻ ഓയിലിന്റെ XP95, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പവർ, ഭാരത് പെട്രോളിയത്തിന്റെ സ്പീഡ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. എന്നാൽ സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ നിലവിൽ മാറ്റമില്ല. അതേസമയം LPG വിതരണത്തിൽ ആശങ്ക തുടരുന്നുവെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. LPG കരിഞ്ചന്തയിൽ വിൽക്കുന്നതിനെതിരെയും പൂഴ്ത്തിവെപ്പിനെതിരെയും നടപടികൾ ശക്തമാക്കിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രീമിയം പെട്രോൾ വില വർധനയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കഴിഞ്ഞ 12 വർഷമായി ഇന്ധനങ്ങളിൽ നിന്ന് 26 ലക്ഷം കോടി സർക്കാരിന് ലഭിച്ചുവെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ആനുകൂല്യം ജനങ്ങൾക്ക് കൈമാറാത്തതെന്നും കോൺഗ്രസ് വക്താവ് ഭവൻ കേര. Why can't the government now, in a situation which is a crisis-like situation, which is a crisis, pass that benefit on to the consumers? Why should the consumers face the heat? അതേസമയം വിലവർധനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. 24 ഡൽഹി.
തൃശൂരിൽ അക്യുപങ്ചർ സഹായത്തോടെ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തും. മരിച്ച 37-കാരി മുഹസിനയുടെ മരണകാരണം ആന്തരിക അണുബാധയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവ് യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തൃശൂർ സ്വദേശിയായ മുഹ്സിനയുടെ 7ാമത്തെ പ്രസവമാണ് വീട്ടിൽ വൈദ്യസഹായമില്ലാതെ നടന്നത്. 6ാം ദിവസം കുഞ്ഞു മരിച്ചു. നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുക്കണമെന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ ശുപാർശ. യുവതിയുടെ മരണകാരണം പ്രസവശേഷം ശാസ്ത്രീയമായ പരിചരണം ലഭിക്കാത്തതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. മുഹ്സിനയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധയുണ്ടായി. മുതുകിലെ വ്രണം പുഴുവരിച്ച നിലയിലാണെന്നും ഡോക്ടേഴ്സ് പറയുന്നു. അശാസ്ത്രീയ അക്യുപങ്ചർ ചികിത്സ നൽകിയ യുവതിയെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യുവതിയുടെ ഭർത്താവ് ഇബ്രാഹിം പോലീസ് നിരീക്ഷണത്തിലാണ്. 24 തൃശൂർ. ഇനി രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനില്ല എന്ന് കോൺഗ്രസ് നേതാവ് എൽദോസ് കുന്നപ്പിള്ളൽ. UDFന്റെ വിജയമാണ് തന്റെ ലക്ഷ്യമെന്നും വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും എൽദോസ് കുന്നപ്പിള്ളൽ പറഞ്ഞു. ലാൽ കൃഷ്ണനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ലാൽ, അങ്ങനെ എൽദോസ് കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ തലവേദന ഒഴിയുകയാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ സംസാരത്തിനു ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എൽദോസ് എത്തിയത്. എൽദോസ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാർട്ടി തന്നോട് നീതികേട് കാണിച്ചു എങ്കിലും പാർട്ടിയോട് നീതികേട് കാണിക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു. പാർട്ടിയാണ് തനിക്ക് സ്ഥാനമാനങ്ങൾ നൽകിയത്, തനിക്ക് പരിഗണന നൽകിയത്, തന്നെ MLA ആക്കിയത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് പാർട്ടിയാണ്. പക്ഷേ തനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. 2 മാസം മുമ്പെങ്കിലും തനിക്ക് സീറ്റില്ല എന്ന കാര്യം തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ ആ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കില്ലായിരുന്നു. പക്ഷേ അത് കാണിക്കാനുള്ള മര്യാദ പാർട്ടി ഉണ്ടായില്ല എന്നുള്ളതാണ്, പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഇപ്പോൾ എൽദോസ് കുന്നപ്പിള്ളിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രവർത്തകരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും തന്നോടൊപ്പമുള്ളവരുമായിട്ടും എല്ലാം കൂടി ആലോചിച്ചു കഴിഞ്ഞു. താൻ സ്വതന്ത്രനായി മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നില്ല. അത് പാർട്ടിയോട് താൻ കാണിക്കുന്ന നെറുകേടാണ്. ആ നീതികേടിനെ താൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി മത്സരിക്കാൻ താനില്ല. പക്ഷേ തനിക്ക് പിന്തുണ അർപ്പിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം നന്ദി അറിയിക്കേണ്ട കടമ കൂടി തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടതിന് ശേഷം നാളെ വൈകിട്ടോടുകൂടി പെരുമ്പാവൂരെത്തി UDFന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാകും എന്നുള്ളതാണ്. മനോജ് മുത്തേടൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും തൻ്റെ സാന്നിധ്യമുണ്ടാകും. തന്നോടൊപ്പമുള്ള പ്രവർത്തകരും അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. പെരുമ്പാവൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം തന്നെയാണ് തൻ്റെ ലക്ഷ്യം എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെത്തി AK ആന്റണി, രമേശ് ചെന്നിത്തല എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള കളമൊരുക്കുന്നത്. പ്രധാനമായിട്ടും ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റ് കൊടുക്കണം എന്ന ആവശ്യവും ഹൈക്കമാൻഡിൻ്റെ മുന്നിലും ഉന്നയിച്ചത്. AK ആന്റണി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചിരുന്നു. പക്ഷേ നിലവിലുണ്ടായിരുന്ന ആരോപണങ്ങൾ പരിഗണിച്ചുകൊണ്ട് എൽദോസിന് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് ഏകകണ്ഠേന പോവുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവസാന നിമിഷം എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റില്ല എന്ന വാർത്ത പുറത്തു വരുന്നത്. വളരെ വൈകാരികമായിരുന്നു ആ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് UDFന്റെ വിജയത്തിന് വേണ്ടി താൻ ഒറ്റക്കെട്ടായി, തൻ്റെ കൂടെയുള്ളവരും താനും എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. നാളെ മുതൽ തന്നെ ഇതിന്റെ ഭാഗമാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം വൈകിട്ടോടുകൂടി പെരുമ്പാവൂരത്ത് എൽദോസ് കുന്നപ്പിള്ളി നിലവിലുള്ള മനോജ് മൂത്തേടന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലവിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സഹകരിച്ചു പോകും. 23-ാം തീയതി പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന കാര്യം കൂടിയാണ് എൽദോസ് കുന്നപ്പിള്ളി പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. കാരണം ദീപ്തിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആശങ്ക ഒഴിഞ്ഞു. എൽദോസിന്റെ ഭാഗത്തുനിന്നുള്ള ആശങ്ക കൂടി ഒഴിയുന്നതോടുകൂടി എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ഒരു ആശ്വാസഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുകൂടി ഇതിനെ എടുത്തു പറയേണ്ടതാണ്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നടൻ സുധീർ കരമനയെ പൊതുസ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ LDFൽ ധാരണ. മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി പരിഗണിച്ച മുൻ മന്ത്രി V സുരേന്ദ്രൻപിള്ള പിന്മാറി. ഇതോടെ കരമന ജയനെ BJP സ്ഥാനാർത്ഥിയാക്കി. താനൂരിൽ മത്സരിക്കാതെ മാറുന്ന മന്ത്രി V അബ്ദുറഹ്മാൻ തിരൂരിൽ പ്രചാരണം തുടങ്ങി. മങ്കടയിൽ ലീഗ് വിമതനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനവും വൈകാതെ പ്രഖ്യാപിച്ചേക്കും. ജനാധിപത്യ കേരള കോൺഗ്രസ് നൽകിയ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ സ്ഥാനാർത്ഥി വൈകുന്നതിൽ LDFൽ അതൃപ്തി പടരുന്നതിനിടയിലാണ് നടൻ സുധീർ കരമനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന തുടങ്ങിയത്. CPIMന്റെ മുൻകൈയിലാണ് സുധീർ കരമനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. എന്നാൽ സീറ്റ് CPIM ഏറ്റെടുക്കില്ല. LDF സ്വതന്ത്രനായിട്ടായിരിക്കും സുധീറിനെ മത്സരിപ്പിക്കുക. സ്ഥാനാർത്ഥിയാകാൻ സുധീർ കരമന സമ്മതിച്ചിട്ടുണ്ട്. സമ്മതത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എല്ലാം തീരുമാനം എടുക്കേണ്ടത് LDF ആണല്ലോ. അങ്ങനെയാണല്ലോ പാർട്ടിയുടെ ഒരു രീതി. ആത്മവിശ്വാസം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അതിലൊന്നും ഒട്ടും കുറവില്ല.
സെൻട്രൽ സീറ്റിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് NDA സ്ഥാനാർത്ഥി. ആദ്യം സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ച മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള പിന്മാറിയതിനെ തുടർന്നാണ് കരമന ജയനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. ഇതോടെ സെൻട്രൽ സീറ്റിൽ 3 പ്രധാന മുന്നണികൾക്കും സ്ഥാനാർത്ഥികളായി. സിറ്റിംഗ് സീറ്റായ താനൂർ വിട്ട് തിരൂരിലേക്ക് മാറിയ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് പ്രചരണം തുടങ്ങി. താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നതിനെ തുടർന്നാണ് തിരൂരിലേക്ക് മാറിയത്. ഇത്തവണ തിരൂരിലേക്ക് മാറാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ അതിന് കാരണം എത്രയോ വർഷങ്ങളായി ലീഗിൻ്റെ കളികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണം അർഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ ലീഗ് മുന്നണി സ്ഥാനാർത്ഥിയാക്കാൻ CPIM തീരുമാനിച്ചു. മുസ്ലിം ലീഗ് മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് LDF സ്വതന്ത്രനായി മത്സരിക്കും. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. താനൂർ സീറ്റിലും LDFന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ട എന്ന നേതൃത്വത്തിന്റെ തീരുമാനം കെ സുധാകരനും അടൂർ പ്രകാശും അംഗീകരിച്ചതിന്റെ ആശ്വാസത്തിലാണ് കോൺഗ്രസ്. മറ്റന്നാൾ മുതൽ UDF സ്ഥാനാർത്ഥികൾക്കായി കെ സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സുധാകരന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 24നോട് സ്ഥിരീകരിച്ചു. എന്നാൽ വിവാദങ്ങൾ മാധ്യമ സൃഷ്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ കെ സുധാകരൻ AK ആന്റണിയുടെ ഇടപെടലിലാണ് വഴങ്ങിയത്. പാർട്ടി വിടില്ലെന്നും മത്സരിക്കില്ലെന്നും വ്യക്തമാക്കി ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലെത്തിയ കെ സുധാകരൻ ഉടൻ പ്രചാരണത്തിൽ സജീവമാകും. ഇരിക്കൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫിനായി മറ്റന്നാൾ സുധാകരൻ വോട്ടഭ്യർത്ഥിക്കും. കെ സുധാകരന് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുണ്ടായിരുന്നെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 24നോട് സ്ഥിരീകരിച്ചു. ഇല്ലെന്ന് പറയുന്നില്ല, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. നിങ്ങൾ ആ പാവത്തിൽ എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം, അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനിടെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി TO മോഹനൻ കെ സുധാകരനെ വീട്ടിലെത്തി കണ്ടു. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് അടൂർ പ്രകാശ് MP പ്രതികരിച്ചു. എന്നാൽ താൻ മത്സരിക്കണമെന്നായിരുന്നു കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതെന്നും അടൂർ പ്രകാശ്. കോന്നിയിലെ ജനങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അതിന് അനുമതി കിട്ടുന്നു എങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം തിങ്കളാഴ്ചയാണ്. ഇതിനു മുൻപ് മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് നേതൃത്വം. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയെങ്കിലും UDF-ൽ വിവിധയിടങ്ങളിൽ അസ്വാരസ്യം തുടരുകയാണ്. പുനലൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് വിമതനെ പിൻവലിപ്പിക്കാൻ KPCC നേതൃത്വം ഇടപെട്ടേക്കും. കണ്ണൂരിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM മുൻ നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പ്രതിഷേധം ശക്തമാക്കുകയാണ്. കൊല്ലം പുനലൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും UDF-ലെ കല്ലുകടി മാറുന്നില്ല. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിമതനായ കോൺഗ്രസ് നേതാവ് പ്രചാരണം തുടരുകയാണ്. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നാൽ പിന്മാറാമെന്ന് വിമതനായ നെൽസൺ സെബാസ്റ്റ്യൻ. എല്ലാ പ്രവർത്തകരും ഐക്യകണ്ഠനാണ് തീരുമാനിച്ചത്. ഒരുമിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. കോൺഗ്രസിൽ മത്സരിക്കണം, അങ്ങനെ എന്റെ പേര് വന്നു മത്സരിക്കുന്നത്. ഇനി അഥവാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു മറ്റൊരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കൊടുത്തിട്ട് പക്ഷേ അത് കോൺഗ്രസിന് മാത്രം ഘടകകക്ഷികൾക്കാണ് കൊടുക്കുന്നത്. കാരണം ഘടകകക്ഷികളെല്ലാം തോറ്റുവിടെ. പ്രാദേശിക നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ KPCC ഇടപെട്ടേക്കും. കണ്ണൂർ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM വിട്ട നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നു. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദും സ്ഥാനാർത്ഥികളാകും. തളിപ്പറമ്പിൽ CPIM മുൻ നേതാവ് TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. ഇതിനിടെ കെ സുധാകരനുമായി TK ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. TK ഗോവിന്ദനായി സുധാകരൻ തളിപ്പറമ്പിൽ പ്രചാരണം നടത്തും. അതേസമയം പയ്യന്നൂരിൽ മുന്നണിയുടെ പിന്തുണയുള്ള V കുഞ്ഞികൃഷ്ണൻ UDF യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത് കോൺഗ്രസിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് N ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കിയത് കൂടിയാലോചനകളില്ലാതെയെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ പരാതി. മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഇന്നലെ പാണക്കാട്ടെത്തി അതൃപ്തി അറിയിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. തിരഞ്ഞെടുപ്പ് ചൂടുകെടുക്കുമ്പോഴും BJP-യിലും NDA-യിലും സീറ്റിനെ ചൊല്ലിയുള്ള പോര് കുറയുന്നില്ല. തളിപ്പറമ്പിൽ പ്രചാരണത്തിനിറങ്ങാതെ NDA സ്ഥാനാർത്ഥി. കോന്നി സീറ്റ് BDJS-ന് കൊടുത്തതിൽ BJP-യിൽ തർക്കം തുടരുകയാണ്. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അനൂപും RS അരുൺ രാജും BJP-യിൽ ചേർന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ തളിപ്പറമ്പിലെ NDA സ്ഥാനാർത്ഥി N ഹരിദാസ് പ്രചാരണത്തിനിറങ്ങാതിരുന്നത്. കോന്നി സീറ്റ് BDJS-ന് കൊടുത്തതിൽ BJP-യിൽ തർക്കം രൂക്ഷമാണ്. TP സുന്ദരേശൻ ദുർബല സ്ഥാനാർത്ഥിയെന്നും ഒത്തുകളിക്ക് വേണ്ടി ആരും അറിയാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും ആരോപണം. K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മത്സരിച്ച മണ്ഡലം BDJS-ന് കൊടുത്തത് ശരിയായില്ലെന്നാണ് RSS കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ BS അനൂപും RS അരുൺരാജും BJP-യിൽ ചേർന്നു. തൃശൂരിൽ പത്മജ വേണുഗോപാലിനായി സുരേഷ് ഗോപിയും പാലായിൽ ഷോൺ ജോർജിനായി രാജീവ് ചന്ദ്രശേഖറും പ്രചാരണത്തിനെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ബാലുശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1700 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കിയതായി KM സച്ചിൻ ദേവ് MLA. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി 3ാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നും സച്ചിൻ ദേവ് പറഞ്ഞു. ബാലുശ്ശേരിയിൽ നിന്ന് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും LDF സ്ഥാനാർത്ഥി സച്ചിൻ ദേവ് 24-നോട്. ബാലുശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് 24-നൊപ്പം ചേരുകയാണ്. അതിന് തന്നെ ആശംസകൾ. 4 പതിറ്റാണ്ടായി LDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ബാലുശ്ശേരി. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും ചരിത്ര ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിക്കും. അതോടൊപ്പം തന്നെ UDF-ഉം അതുപോലെ NDA-യും വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഒരു ഇടതുപക്ഷ കോട്ടയായി വീണ്ടും ഇത് മാറിയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ജനസ്വാധീനവും ജനപിന്തുണയുള്ള മണ്ഡലമാണ് ഇത് മണ്ഡലം. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് നല്ല മേൽക്കൈയുണ്ട്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം UDF-ന് വലിയ നേട്ടമാണ് ഉണ്ടായത്. അതിനോടനുബന്ധിച്ച് തന്നെ ബാലുശ്ശേരി മണ്ഡലത്തിലും UDF വലിയ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരമുള്ളതായിട്ട് നമുക്ക് ഒരു നിലയിലും പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളൊക്കെ ജനങ്ങളുമായി സംസാരിക്കുന്നവരാണ്, ഇടപെടുന്നവരാണ്. ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന പ്രതികരണങ്ങളാണ്. അങ്ങ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആൾ, ഇപ്പം അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ജനാധിപത്യപരമായ പോരാട്ടമല്ലേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ളവർ വ്യത്യസ്ത മുന്നണികളായി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകും. അപ്പോൾ അതിൽ പുതിയ യുവാക്കളുണ്ടാകും, പുതിയ തലമുറയുണ്ടാകും, എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുണ്ടാകും. 3ാം പിണറായി സർക്കാർ വരുമെന്നാണ് അങ്ങയുടെ ഉറച്ച വിശ്വാസം? 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീർച്ചയായും വരും, ഒരു സംശയം വേണ്ട. ആ ഗവൺമെൻറ് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കും. ഏറ്റവും ശക്തമായ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. 2021 അങ്ങയുടെ ഭൂരിപക്ഷം 20,000 ആയിരുന്നു. ഇപ്രാവശ്യം അത് മറികടക്കും. ചരിത്ര ഭൂരിപക്ഷത്തിൽ ബാലുശ്ശേരി മണ്ഡലം വിജയിക്കും. ചരിത്രമായിരിക്കും ഭൂരിപക്ഷം. ഏതായാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് വലിയ പ്രതീക്ഷയിലാണ്. 3ാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മണ്ഡലം ചുറ്റും മഹിളകൾ. തൃശൂർ PGയിലാണ് മണ്ഡലം ചുറ്റും മഹിളകളെത്തിയത്. ഒരു ഗേറ്റ് ജീവിതം വഴിമുട്ടിക്കുന്ന കഥയാണ് അവിടെ അനിൽ മൂപ്പന് പറയാനുള്ളത്. ആര് ഭരണത്തിൽ വന്നാലും ഈ ഗേറ്റ് ഒന്ന് തുറക്കാൻ വേണ്ടത് ആദ്യം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. വടക്കാഞ്ചേരിയുടെ പല മുഖങ്ങൾ കണ്ടു. നമ്മൾ അതിന്റെ ഒരു നഗരമുഖം കണ്ടു. അതിനുശേഷം ഉത്രാളിക്കാവിൽ പോയി ഒരു ഗ്രാമീണ അന്തരീക്ഷം കണ്ടു. ഇനി നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു വന്യ അന്തരീക്ഷം കൂടിയുണ്ട്. അവിടെയും മനുഷ്യരുണ്ട്, അവർക്കും ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. നമ്മളെ വഴിയില് ഈ കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഉള്ള, അപ്പൊ ഇവർക്ക് പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടവഞ്ചികളൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സൗകര്യം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞത്. അപ്പൊ എന്താ മൂപ്പനാണ് ഇവിടുത്തെ അല്ലെ? മൂപ്പന്റെ പേരെന്താ? പിന്നെ ഒരു അനില്. അവിടുന്ന് താഴത്തുനിന്ന് വണ്ടി ഇറങ്ങിയിട്ട് ചിലപ്പോൾ വണ്ടിയിലെത്തവരുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വണ്ടിയിലെത്തവരുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു 300-400 മീറ്റർ ഇങ്ങോട്ട് നടന്നു വരണം നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് മറ്റേ കൊട്ടവഞ്ചിയിലെത്തി എത്തുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്കത് ഈ ഗേറ്റ് ഒരു 9-8 മാസം കൂടായി ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് തുടങ്ങിയതിന് ശേഷം. ഇതുവരെയായിട്ട് ഈ ഗേറ്റിൻ്റെ കാര്യം ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുത്തു കഴിഞ്ഞു. കളക്ടർക്കും കൊടുത്തു, MLAക്ക് കൊടുത്തു. പിന്നെ മറ്റൊരു പ്രശ്നം, സ്ഥിരമായിട്ട് ഈ വന്യമൃഗശല്യം നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ്? അവർക്ക് അവരുടെ വിശപ്പിന് അവർ നടക്കും, കാട്ടിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങും. അത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് അതിലൊരു ആശങ്ക ഉണ്ടാവണം? ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് ഉന്നതിയിലേക്ക് ആശങ്കയുണ്ട്.
ഒരു കമ്പി വേലി അവർ പടന്നിട്ട് അത് പൂർത്തീകരിച്ചില്ല. അതൊക്കെ തവിടുപൊടി പോയി. അതൊരു 2 മാസം ഓടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ കിടക്കാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, ഞാൻ നേരത്തെ പറയായിരുന്നു, ഒരുപാട് പേര് മാറി മാറി വരുന്നുണ്ട്, ഭരണം മാറുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്ക് എന്താണ് ഇത് വേണ്ടത്? നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പരിഹരിക്കണം എന്ന് ആഗ്രഹമുള്ളത്? അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ യുവാക്കൾ ഒട്ടനവധി പേർക്ക് തൊഴിലില്ലാണ്ട് നടക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അവർക്കൊരു തൊഴിൽ കിട്ടിയാൽ അവർക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ വളരെ ഉപകാരമാണ്. അതും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സർക്കാർ തന്നൊരു കൊട്ടവഞ്ചിയാണ്, അത് നമ്മൾക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ട്രൈബൽ കോളനിക്ക് ഒരു റോഡുണ്ട്, നമ്മുടെ താഴ്ന്നു പോണ റോഡാണ്. ആ റോഡ് എത്ര വർഷമായിട്ട് ഇതുവരെ വലിയൊരു സൈക്കിൾക്കാർക്കും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായി. ഇത്ര മോശപ്പെട്ട റോഡായി. പിള്ളേർ ഒരു ആസ്പത്രി കേസ് പറഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറ്റണ്ടേ, വണ്ടി വരില്ല. ഈ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ഇത് ആരുടെ എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. അത് ഈഗോയാണോ അതോ പല വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നം, അതൊന്നും ഇവരുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ആരാണോ വരുന്നത് അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് കേട്ടിട്ടെങ്കിലും ഇതൊന്ന് തുറന്നു തരാൻ അവർക്കൊരു മനസ്സുണ്ടാവട്ടെ. തെരഞ്ഞെടുപ്പിലും ഇവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു ആർജവം വേണം. വോട്ട് ചോദിച്ച് വരുന്നവർ അല്ലെങ്കിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നവർ ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടിരിക്കണം. ഇവരുടെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കോഴിക്കോട് കുന്നമംഗലത്ത് റാഗിങ്ങിനെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന പരാതി. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അസ്ലമിനാണ് പരുക്കേറ്റത്. മുടിവെട്ടിയ സ്റ്റൈലും ചെരുപ്പും ചോദ്യം ചെയ്ത് 15ഓളം പേർ മർദ്ദിച്ചുവെന്നതാണ് പരാതി. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അസ്ലഹിനെ 15ഓളം വിദ്യാർത്ഥികൾ സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് പരാതി. മുടിവെട്ടിയ സ്റ്റൈലും ചെരുപ്പും ചോദ്യം ചെയ്താണ് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചതെന്ന് അസ്ലഹ് പറഞ്ഞു. സ്കൂൾ എക്സാം കഴിഞ്ഞ ശേഷം അയാൾ സ്കൂൾ ബസ് കയറാൻ സമ്മതിച്ചില്ല. അവർ വലിച്ചു കൊണ്ടുപോയി വെള്ളത്തിനായി കൊണ്ടുപോയി അവിടുന്ന് കുറേ പേര് പേരൻസ് ആൾക്കാരൊക്കെ ഉണ്ടാവും. നല്ല ടച്ച് മൂക്കിന്റെ ചോര കഴിഞ്ഞ പോലെ അവിടെ സ്കൂളിൽ ഇറങ്ങുന്ന ഒരു വളവുണ്ടാവും. വളവെന്നാണ് തല വരുന്നത്. ടച്ച് കഴുത്തിന് കുറച്ച് ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അസ്ലഹിനെ സ്കൂൾ ബസ്സിൽ കയറാൻ വിദ്യാർത്ഥി സംഘം അനുവദിച്ചില്ല. തുടർന്ന് സ്വകാര്യ ബസ്സിൽ 2 മണിക്കൂറോളം വൈകിയാണ് വീട്ടിലെത്തിയത്. മൂക്കിൽ നിന്നും രക്തം വരുന്നത് കണ്ട് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി സംഭവം പുറത്തു പറഞ്ഞത്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ 9ാം ക്ലാസ്സിലെ 15ഓളം കുട്ടികൾ വന്ന് മാരകായുധങ്ങളും മറ്റും കൊണ്ടുവന്ന് കുട്ടീനെ ആക്രമിച്ച് കഴുത്തിനും നെഞ്ഞത്തും പുറത്ത് തലക്കൊക്കെ അടിച്ച് പിന്നെ 1.5 മണിക്കൂർ നിർത്തി സ്കൂൾ ബസ്സിൽ പോലും കയറാൻ സമ്മതിക്കാതെ പിന്നെ വൈകുന്നേരം ലൈൻ ബസ്സിനരെ പോകുന്ന വീട്ടിലെത്തി. ഇങ്ങനെ ആയാൽ അടുത്ത വർഷവും കുട്ടികൾക്കാട് പഠിക്കേണ്ട ക്ലാസ്സിൽ. സംഭവത്തിൽ രക്ഷിതാക്കൾ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.